കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ കേരളം കണ്ടതാണ്. എന്നാൽ അതിനെ കവച്ചു വെക്കുന്ന മറ്റ് ക്ഷേത്ര കൊള്ളകളുടെ വാർത്തകളാണ് ഇപ്പോൾ രാജ്യത്തു നിന്നും പുറത്തു വരുന്നത്. ഒന്നാമത്തെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, രാമജന്മഭൂമിയിലെ തർക്കം, ബാബറി മസ്ജിദിന്റെ തകർച്ച, അതിനുശേഷം സുപ്രീം കോടതി വിധി, ആ സുപ്രീം കോടതി വിധിക്ക് ശേഷം രാമക്ഷേത്ര നിർമ്മാണം, പ്രാണപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ആ അയോധ്യ രാമക്ഷേത്രത്തിലെ വെള്ളി ഇഷ്ടികയിലെ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. SITയുടെ നേതൃത്വത്തിൽ അന്വേഷണം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ വെള്ളി ഇഷ്ടിക, കിലോ കണക്കിന് വെള്ളി ഇഷ്ടികയിലെ തിരുമറിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോഴാണ് മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. അയോധ്യയ്ക്ക് പിന്നാലെ മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സാമ്പത്തിക ക്രമക്കേടെന്ന ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതിനകം ക്ഷേത്ര മാനേജ്മെന്റും പൂജാരിയും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ തന്നെ അയോധ്യയ്ക്ക് അതേ സമാനമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് മധുര ശ്രീകൃഷ്ണ ക്ഷേത്രം. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ഈ ക്ഷേത്രത്തിൽ നടന്നതായാണ് ആരോപണം. ക്ഷേത്രത്തിലെ പൂജാരിയായ ദിനേശ് പഹലാഗിരി മഹാരാജും ക്ഷേത്ര മാനേജ്മെന്റും പരസ്പരം സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ വിഷയം വലിയ രാഷ്ട്രീയ സാമൂഹിക വിവാദമായിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമസഭ ലോകസഭ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. യോഗി ആദിത്യനാഥും BJPയും തന്റെ ഉള്ളം കൈയിലിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിൽ ഭരണമാറ്റത്തിന് വേണ്ടി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തോളോട് തോൾ ചേർന്ന് നിന്ന് അവിടെ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ്. യോഗി ആദിത്യനാഥിനെതിരെ പാളയത്തിൽ പടയുണ്ട്. അത് മുതലാക്കാൻ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തക്കം പാർത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ മധുര ക്ഷേത്രത്തിലും അയോധ്യ രാമക്ഷേത്രത്തിലും അഴിമതി ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നിവേദ്യം, വിവിധ പൂജകൾ എന്നിവയുടെ മറവിൽ വലിയ രീതിയിലുള്ള ഫണ്ട് വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ വിവരം. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന ഫണ്ടുകൾ മാനേജ്മെന്റ് രഹസ്യമായി വെട്ടിക്കുന്നുവെന്നും ഇതിൽ കൃത്യമായി CBI അന്വേഷണം വേണമെന്നുമാണ് പൂജാരി ദിനേശ് മഹാരാജ് ആദ്യം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനു പിന്നാലെ പൂജാരിക്കെതിരെ തന്നെ സാമ്പത്തിക അന്വേഷണം ആവശ്യപ്പെട്ട ക്ഷേത്ര മാനേജ്മെന്റ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചിരിക്കുകയാണ്. അയോധ്യയിലെ സാമ്പത്തിക ക്രമക്കേട് വിവാദമായപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് സമാനമായി മധുരയിലും സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നാണ് മാനേജ്മെന്റിന്റെ ആവശ്യം, അതായത് ക്ഷേത്ര മാനേജ്മെന്റിന്റെ ആവശ്യം. പൂജാരി ഒരു പടി കൂടി കടന്ന് CBI അന്വേഷണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സർക്കാർ തലത്തിലുള്ള അന്വേഷണത്തിനാണ് മാനേജ്മെന്റ് സമ്മർദ്ദം ചെലുത്തുന്നത്. അതായത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കണമെന്നാണ് മാനേജ്മെന്റിന്റെ താല്പര്യം. സംഭവവുമായി ബന്ധപ്പെട്ട് മധുരയിലെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ ഇതിനകം തന്നെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അയോധ്യ വിവാദത്തിൽ സ്വീകരിച്ചതുപോലെയുള്ള കർശന നടപടികൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തുനിന്ന് മധുരയുടെ കാര്യത്തിലും ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. BJP ഏറെ രാഷ്ട്രീയ വിവാദമാക്കിയ ക്ഷേത്രമാണ് അയോധ്യ രാമക്ഷേത്രം. ബാബറി മസ്ജിദിന്റെ തങ്കത്താഴികക്കുടം 992 ഡിസംബർ 6 തച്ചു തകർത്ത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഒരു അഭിമാന സ്തംഭമായിരുന്നു ബാബറി മസ്ജിദ് എന്ന രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പള്ളി, ആ പള്ളി തകർത്ത് അവിടെ സുപ്രീം കോടതി വിധിക്ക് ശേഷം രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാനം നടത്തി പ്രാണപ്രതിഷ്ഠ നടത്തിയാണ് ആ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ആ ക്ഷേത്രം തുറന്നു കൊടുത്ത കുറച്ചു കാലത്തിനകം തന്നെ ഇത്ര വലിയ ഒരു ക്രമക്കേട് നടന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം എന്നാണ് യോഗി ആദിത്യനാഥോട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അപ്പുറം ഹൈന്ദവ സന്യാസിമാർ ഉൾപ്പെടുന്നവർ ആവശ്യപ്പെടുന്നത്. അതിന് പിന്നാലെ തന്നെ മധുരയിലെ വാർത്ത കൂടി പുറത്തു വരുമ്പോൾ യോഗി ആദിത്യനാഥ് കേരളത്തിന് സമാനമായ ഒരു ക്ഷേത്ര കുംഭകോണത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.